നമുക്ക് എങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആവാൻ പറ്റുക? വെൽക്കം ടു എയിംസ് കരിയർ പാത്വേസ്. ജേർണലിസ്റ്റ് ആവാൻ ഇന്നത് പഠിക്കണം എന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളുണ്ട്. നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. ഇപ്പൊ കോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു നിങ്ങൾക്ക് ഏത് സ്ട്രീം എടുക്കോട്ടെ, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ ജേർണലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി തന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ BA ഇൻ ജേർണലിസോ അല്ലെങ്കിൽ BA ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസോ അല്ലെങ്കിൽ BA ഇൻ മൾട്ടിമീഡിയ ഒക്കെ ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, ജേർണലിസ്റ്റ് ആവണമെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ ജേർണലിസം പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. BSc BCom BA BTech പഠിച്ചവരൊക്കെ ജേർണലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി PG നോക്കുകയാണെങ്കിൽ MA ഇൻ ജേർണലിസം, MA ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, MA ഇൻ മീഡിയ സ്റ്റഡീസ്, അങ്ങനെ ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാമ്യ മിലിയയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്, ചെന്നൈയിലെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്, ഈവൻ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, കേരള യൂണിവേഴ്സിറ്റിയിലെ, MG യൂണിവേഴ്സിറ്റിയിലൊക്കെ MCJ കോഴ്സുകൾ കാണാം. ഇനി ജേർണലിസ്റ്റ് ആവാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയാം PG ഡിപ്ലോമ കോഴ്സസ് ആണ്. ഏത് ഡിഗ്രി കഴിഞ്ഞാലും PG ഡിപ്ലോമ കോഴ്സസ് ചെയ്യുക. ഇന്ത്യയിലെ ബെസ്റ്റ് ഓപ്ഷൻ IIMC ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ നമ്മളെ കാലിക്കറ്റ് പ്രസ് ക്ലബും ട്രിവാൻഡ്രം പ്രസ് ക്ലബും മനോരമക്കും മാതൃഭൂമിക്കും മീഡിയ വണ്ണിനൊക്കെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അവിടെ നിന്നായാലും മതി. ബട്ട് ഇന്നത്തെ ഒരു റിയാലിറ്റി, നമുക്കറിയുന്ന പല ജേർണലിസ്റ്റുകളും ഈ പറഞ്ഞ ഡിഗ്രിയും PG ഒന്നും ചെയ്തവരല്ല. നേരെ മറിച്ച് ഉള്ള PGയുടെ കൂടെ തന്നെ ഡിഗ്രിയുടെ കൂടെ തന്നെ ജേർണലിസവുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തവരാണ്. കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പുതിയ മീഡിയ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തവരാണ്. അത് ഇന്റേൺഷിപ്പുകൾ വഴിയോ സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കിംഗ് വഴിയോ ഫാക്ട് ചെക്കിംഗ് വഴിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. ഈ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഈ മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക, മെന്റേഴ്സ് ഉണ്ടാക്കുക. അപ്പൊ ജേർണലിസം എന്നത് സത്യം പറഞ്ഞാൽ ഇന്ന ഫീൽഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ജേർണലിസ്റ്റ് ആവാൻ പറ്റൂല. അതിന് ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. മറുഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. താങ്ക്